ഗുഡ് ഈവനിങ് എവരിവൺ. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു മെൻ്റൽ ഹെൽത്ത് സെൻസറിനെ പറ്റിയാണ്. ഞാനിത് സ്കൂൾ ഇന്നോവേഷൻ പ്രോഗ്രാമിന് വേണ്ടി ചെയ്യുന്ന ഒരു സെൻസറാണ്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ മെൻ്റൽ ഹെൽത്ത് സെൻസർ എന്ന് പറയുന്ന ഐഡിയ എൻ്റെ മനസ്സിൽ തോന്നിയത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാഴ്ചവെക്കുന്നത്. അപ്പം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അടുത്തായി കണ്ടുവരുന്നത് കുട്ടികളുടെ മാനസികമായി വരുന്ന ചില കാര്യങ്ങൾ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ മെൻ്റൽ ഹെൽത്ത് സെൻസർ എന്ന് പറയുന്ന മെഷീൻ ഞാൻ കൽപ്പന ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ആദ്യം അതിൻ്റെ ഒരു പിക്ചർ നോക്കാം. അപ്പം ഇതാണ് അതിൻ്റെ പിക്ചറായിട്ട് വരുന്നത്. ആദ്യം ഇതിൻ്റെ ഒരു ഡെമോ ആണ് ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ മെൻ്റൽ ഹെൽത്ത് സെൻസർ. അപ്പം ഇത് നമ്മൾ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും അവരുടെ മാനസിക ആരോഗ്യം കൃത്യമായി അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെൻസർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ മെൻ്റൽ ഹെൽത്ത് നമ്മൾ സെൻസ് ചെയ്യുന്നത്. അവരുടെ മെൻ്റൽ ഹെൽത്ത് എത്രയാണ് എന്ന് കൃത്യമായി നോർമലായി കാണിച്ചു തരുന്ന സെൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് അതിൻ്റെ ചാർജിങ് പോർട്ടാണ്. ഇതാണ് അതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ. ഇതാണ് അതിൻ്റെ ഒരു രൂപരേഖയായിട്ട് വരുന്നത്. അതാണ് ഞാനിവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഗുണത്തെ പറ്റിയാണ് ആദ്യമേ നമുക്ക് പറയാനുള്ളത്. ഇറ്റ് ഈസ് മെയിൻലി ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇത് റിസർച്ചിനും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ മെൻ്റൽ ഹെൽത്ത് സെൻസർ. കുട്ടികളുടെ മാനസികമായ ആരോഗ്യം കൃത്യമായി നിലനിർത്തുന്നതിന് ഒരു മെൻ്റൽ ഹെൽത്ത് സെൻസർ രൂപകൽപ്പന ചെയ്യുന്നു. അതാണ് എൻ്റെ ഇന്നോവേഷൻ പ്രോഗ്രാമിൻ്റെ ഐഡിയയുടെ പ്രമേയം. പിന്നെ ഇതിന് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ വരുന്ന കുട്ടികൾക്ക് എതിരെ വരുന്ന കുറേ കാര്യങ്ങൾ കുട്ടികൾ പറയാൻ പഠിക്കാറുണ്ട്. പാരൻസിൻ്റെ അടുത്തായാലും മറ്റ് ആൾക്കാരുടെ അടുത്തായാലും കുട്ടികൾ പറയാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത് എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് കൃത്യമായി അളക്കുന്നതിന് വേണ്ടി ഈ മെൻ്റൽ ഹെൽത്ത് സെൻസർ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ പുറകിൽ ആയിട്ട് ഒരു സെൻസർ ഉണ്ട്. അത് കുട്ടികളുടെ ഹെഡിലായിട്ട് ഘടിപ്പിക്കുമ്പോഴാണ് ഈ മെൻ്റൽ ഹെൽത്ത് സെൻസർ നമുക്ക് കൃത്യമായി വർക്കാവുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ. ഇത് വർക്ക് ചെയ്യുന്നത് ഇലക്ട്രിക് കറണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അല്ല മറിച്ച് നമുക്ക് ബാറ്ററി ഉപയോഗിച്ചും ഇത് വർക്ക് ചെയ്യിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. കുട്ടികളുടെ മാനസിക ആരോഗ്യം കൃത്യമായി നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ റിസർച്ചിനും വേറെയുള്ള ഡെവലപ്മെൻറ്റിനും ഇത് സഹായിക്കുന്നു. അതാണ് ഈ മെൻ്റൽ ഹെൽത്ത് സെൻസറിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് പറയുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജാണ്. മെയിൻലി ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ടെക്നോളജി. ഇത് മൊത്തമായി ടെക്നോളജിയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മനുഷ്യർക്ക് ഇതിൽ യാതൊരുവിധ റോളുമില്ല. അപ്പോൾ ടെക്നോളജിയിലേക്ക് നമ്മൾ പൂർണ്ണമായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഒരു ഉത്തമ ഉദാഹരണമാണ് മെൻ്റൽ ഹെൽത്ത് സെൻസർ. അപ്പോൾ ഇത് മാത്രമാണ് ഇതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ മെൻ്റൽ ഹെൽത്ത് സെൻസർ പൂർണ്ണമായും ടെക്നോളജി ആസ്പദമാക്കിയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ മനുഷ്യർക്ക് ഇതിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മൊത്തം ടെക്നോളജി ആയതുകൊണ്ട് മനുഷ്യരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറഞ്ഞു വന്നിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ കൂടുതൽ വിവരമുണ്ട്, മോർ ഇൻഫർമേഷൻ. കുട്ടികളുടെ ശാരീരികമായ ആരോഗ്യം മാത്രമല്ല മാനസികമായ ആരോഗ്യം നിലനിർത്തുന്നതിനും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനാൽ പുതുതലമുറയെ ആരോഗ്യമുള്ള മനസ്സുള്ളവരായി വാർത്തെടുക്കുന്നതിനായി ഈ സെൻസർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികളിലെ മെൻ്റൽ ഹെൽത്ത് കുട്ടികൾക്ക് ഉള്ള ശാരീരികമായ കാര്യങ്ങൾ മാത്രമല്ല മാനസികമായുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ചില പാരൻസിന് അതിനുള്ള ടൈം കിട്ടാറില്ല, കൃത്യമായ സമയം കിട്ടാത്തത് കൊണ്ട് ഈ സെൻസർ നമുക്കത് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ മാനസിക ഉല്ലാസം അവരുടെ മാനസികമായ ആരോഗ്യം കൃത്യമായി നിലനിർത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ മെൻ്റൽ ഹെൽത്ത് സെൻസർ എന്നൊരു ഐഡിയ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്.